ഇന്ന് ഞാൻ ചിക്കനും പൊട്ടറ്റോയും കൂടെ കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 2 പൊട്ടറ്റോയും ഒരു 280 ഗ്രാം ചിക്കനും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ആദ്യം എടുക്കാം. ചിക്കനും പൊട്ടറ്റോയും വേവുന്ന സമയം കൊണ്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ച് ഇനി ഒരല്പം എണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞതും, കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, അല്പം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സവാള ഇതിലോട്ട് ഇടാം. സവാള കൊണ്ട് വഴണ്ട് വരട്ടെ. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇഞ്ചിയും അതായത് പച്ചമണം മാറിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം. സവാളയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം. നല്ലപോലെ വഴറ്റാം. നമ്മൾ സവാള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1/4 ടീസ്പൂൺ ഗരം മസാല ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊട്ടറ്റോയും ചിക്കനും വേവിച്ച് നമ്മൾ ചിക്കൻ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. സെപ്പറേറ്റ് ചെയ്യുക. എല്ലൊന്നും ഇല്ലാതെ വെറും ഇത് മാത്രം എടുത്തതാണ്, ഫ്ലഷ് മാത്രം എടുത്തതാണ്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്ത പൊട്ടറ്റോ നമുക്കിതിലോട്ട് ഇടാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ നല്ലതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഫുള്ളും ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചിക്കനും പൊട്ടറ്റോയും സവാളയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ട് എടുക്കാം. 2 ഭാഗമായിട്ട് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവ് പരത്തുന്നത് പോലെ ഒരു ഭാഗം എടുത്ത് ചപ്പാത്തിയുടെ മാവ് പരത്തുന്നത് പോലെ നമുക്ക് പരത്താം. ഇതുപോലെ ചപ്പാത്തിയുടെ മാവ് പരത്തുന്നത് പോലെ ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വയ്ക്കാം. ഇതുപോലെ ഫുള്ള് കവർ ചെയ്ത് വയ്ക്കാം. ഇത് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചുരുട്ടിയെടുക്കാം ഫുള്ളും. ഇനി നമുക്കിതൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് ഇതേ ഷേപ്പിൽ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് പരത്തി ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഇങ്ങനെ ചപ്പാത്തി പോലെ ഒരുപാട് പരത്തണ്ട, ഇതേപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പി വെച്ച് ഒരല്പം നെയ്യ് ഒഴിക്കാം.
ചൂടായിട്ടുണ്ട്. നെയ്യ് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലോട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇതായിട്ട് തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് വീതം എടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. ഒന്നും കൂടെ നമുക്കൊന്ന് തിരിച്ചിടാം. ഞാനിതിൻ്റെ മോനെ ഉദ്ദേശിച്ചാണ് നെയ്യിലാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം. മോന് നെയ്യിൽ ഇഷ്ടമാണ്. അവന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവന് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, എന്നിട്ടൊരു ലൈക്കും ചെയ്യണേ. നമ്മളത് ആദ്യത്തെ ബാച്ച് എടുത്ത് ഇനി രണ്ടാമത്തെ ബാച്ച് കൂടിയിട്ട് എടുക്കാം. ഇതേപോലത്തെ പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇനിയും ഞാൻ പുതിയത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. നമ്മൾ അടിപൊളി ചിക്കൻ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മോനെ നീ ഒന്ന് ടേസ്റ്റ് ചെയ്യും മോനെ. കൊള്ളാമോ? സൂപ്പർ.